വിവാഹ സൗന്ദര്യങ്ങൾക്ക് നിറപ്പകിട്ടേകി പേസ്റ്റൽ ബ്രൈഡൽ ഹെറിറ്റേജ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പരമ്പരാഗതമായ വിവാഹ വസ്ത്ര രീതികളെയും ഡിസൈനുകളെയും ആധുനികവും ശാന്തവുമായ പേസ്റ്റൽ നിറങ്ങളുമായി സമന്വയിപ്പിച്ച ഫാഷൻ ട്രെൻഡുകളുമായി പേസ്റ്റൽ ബ്രൈഡൽ ഹെറിറ്റേജ് തിരൂർ താഴെപ്പാലത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പഴയകാല രാജകീയ പ്രൗഢിയും തനിമയും നിലനിർത്തിക്കൊണ്ടുതന്നെ പുതിയ കാല ട്രെൻഡുകൾക്കും പ്രാധാന്യം നൽകിയാണ് കേരളത്തിലെ ഏറ്റവും വിപുലമായ ബ്രൈഡൽ ഹെറിറ്റേജിന് തുടക്കം കുറിച്ചത്. പൂർണ്ണമായും ഹെറിറ്റേജ് ശൈലിയിലുള്ള വർക്കുകളാണ് പേസ്റ്റൽ ബ്രൈഡൽ ഹെറിറ്റേജിന്റെ പ്രത്യേകത. ചിക്കൻകാരി, സർദോസി, ഗോദാപ്പട്ടി, കാഞ്ചിപുരം, ബനാറസ് നെയ്ത്തുകൾ ഉൾപ്പെടുത്തിയ ബ്രൈഡൽ വസ്ത്രങ്ങളുടെ ശേഖരമാണ് ബ്രൈഡൽ ഹെറിറ്റേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ കസ്റ്റമൈസേഷൻ വർക്കുകളും പേസ്റ്റൽ ബ്രൈഡൽ ഹെറിറ്റേജിന്റെ പ്രത്യേകതയാണ്. പേസ്റ്റൽ വസ്ത്രങ്ങൾക്കൊപ്പം പാരമ്പര്യ തനിമയുള്ള അൺകട്ട് ഡയമണ്ടുകൾ, കുന്തൻ ആഭരണങ്ങൾ, ആന്റിക് സ്വർണ്ണാഭരണങ്ങൾ എന്നിവയും വിവാഹ സങ്കല്പങ്ങളെ പൂർണ്ണതയിലെത്തിക്കുന്നു. തിരൂർ പേസ്റ്റൽ ബ്രൈഡൽ ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിരൂർ നഗരസഭാ ചെയർമാൻ കീഴടത്ത് ഇബ്രാഹിം ഹാജി, മുത്തുകോയ തങ്ങൾ എന്നിവർ വിശിഷ്ടാതിഥികളായി. മാനേജ്മെന്റ് പ്രതിനിധികൾ, ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു. ബ്രൈഡൽ കളക്ഷനുകളിൽ മാത്രം അനുയോജ്യമായ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു കേന്ദ്രം കൂടിയാണ്. കുറച്ചുകൂടെ സൗകര്യത്തോടു കൂടി കസ്റ്റമേഴ്സിന് വന്നാൽ സെലക്ട് ചെയ്യുന്നതിനും അത് ധരിച്ചു നോക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ ഇവിടെ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും പേസ്റ്റൽ എന്നുള്ള കോൺസെപ്റ്റ്. എന്നാലും നമ്മൾ അത് ഒന്നുകൂടെ വിശാലാക്കിയിട്ട് ഉഷാറാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെപ്പോലെ നമ്മൾ ഒരു നോർത്ത് ബേസ്ഡ്, നോർമലി കേരളത്തിലെ എല്ലാവരും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റേ അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടെ നോർത്ത് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും അപ്ഡേറ്റ് ആയിട്ട് തന്നെ എൻ്റെ എല്ലാ സംഭവം സ്റ്റോറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു നോർത്ത് ബേസിലാണ്. ദില്ലി, ബോംബെ, ബാംഗ്ലൂരൊക്കെ പോയി കുറേ ബ്രൈഡ്സ് ഔട്ട്ഫിറ്റ് എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ വന്നാൽ ചില ബ്രൈഡ്സ് പറയും നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല, ഇത്ര അഫോർഡബിൾ ആയിട്ട് വന്ന് കിട്ടുന്നുണ്ടല്ലോ, ഇനി കളക്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ നല്ലോണം മാറിയിട്ടുണ്ട്. ഒന്നുകൂടെ വിശാലാക്കിയിട്ട് നമ്മൾ പുതിയ സ്റ്റോർ ഇപ്പോൾ ഓപ്പൺ ആയതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കസ്റ്റമൈസേഷനും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സമയം കൂടെ ഉഷാറാക്കി ചെയ്തിട്ടുണ്ട്. അത് മുമ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന കസ്റ്റമൈസേഷനും കാര്യങ്ങളും ഇപ്പോൾ ഒന്നുകൂടെ കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ രൂപത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം എവിടെ നോക്കുകയാണെങ്കിലും മെയിൻ സിറ്റികളിലൊന്നും നമ്മളിങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റോർ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളങ്ങനെയും ഒന്ന് ഡെവലപ്പായിട്ട് അങ്ങനെ ഉഷാറാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോറിൽ അതേപോലെ എല്ലാ പ്രൈസ് റേഞ്ചും നമ്മളൊരു 10K സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 2 lakh 3 lakh വരെ സാധനം ചെയ്തിട്ടുണ്ട്. കാരണം ഈ തരം കസ്റ്റമേഴ്സ് പുറത്ത് പോയപ്പോഴും ഇത്ര ഒരു പ്രൈസിലേക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ചെറിയ മാർജിൻ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് സെയിൽ ചെയ്യുന്നതായിരിക്കും.